ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇന്നൊരു ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു ഔട്ടിംഗ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടാ. പുതിയൊരു അക്കാഡമിക് ഇയറിന്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷമാട്ടോ ഞങ്ങളുടെ ഈ ഔട്ടിംഗ്. അങ്ങനെ എല്ലാ ടീച്ചേഴ്സ് ഇതുപറ്റി എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. അത് വണ്ടി പുറപ്പെടുകയാണ് സ്കൂൾ മുറ്റത്ത് നിന്ന്. നല്ല മഴയാണ് പുറത്ത്, എങ്കിലും ടീച്ചേഴ്സ് എല്ലാം ആഘോഷത്തിന് ഒട്ടും കുറവില്ല, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ക്യാമറ കണ്ടപ്പോൾ പാട്ടില്ലെങ്കിലും ഡാൻസിന് ആർക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രേമും വിജിത്തും ഡാൻസ് നേതൃത്വം നൽകിട്ടോ. പിന്നെ ടീച്ചേഴ്സ് അറിയാം, ടീച്ചറെല്ലാം വൈബ് ടീച്ചേഴ്സാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഒട്ടും മടിയില്ലാണ്ട് എല്ലാവരും ഡാൻസും പാട്ടൊക്കെ അറുമാദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി അവിടെ കൂട്ടത്തിൽ അങ്ങനെ 2 ബസ്സുകളിലായിട്ട് ഞങ്ങൾ ഏതാണ് 80ഓളം സ്റ്റാഫുകളാട്ടോ അന്നത്തെ ഔട്ടിങ് പോകുന്നത്. യാത്ര തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് വടക്കഞ്ചേരി എത്തി. വടക്കഞ്ചേരി നമ്മുടെ ഒരു ടീം മൊത്തം കയറാനിട്ട് അങ്ങനെ എഞ്ചു സാറും ടീംസ് മൊത്തം അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ഒന്നും പറയേണ്ട, ഹെവി എനർജി ആയ ശ്രുതിയും കൂടി കൂടിയപ്പോഴത്തേക്കും പിന്നെ ബസ് അങ്ങ് ഇളക്കി മാറിച്ചിട്ട് രക്ഷയുന്നില്ല. അങ്ങനെ ആഘോഷങ്ങൾക്കൊരു കുറവില്ലാതെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുതിരാൻ തുരങ്കം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കുള്ളത് അയ്യോ വിജിത്തിൻ്റെയും പ്രേമിൻ്റെയും ഒക്കെ ഒരു ശൃംഗാര ഭാവങ്ങളൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രഞ്ജുവും കൂടി അത് അവിടെ ഐശ്വര്യ ടീച്ചർ തകർത്ത് അറമാദിക്കുന്നുണ്ട് ബാക്കിൽ. അങ്ങനെ രഞ്ജുവിൻ്റെയും പ്രേമിൻ്റെയും കളിയെ കണ്ടപ്പോൾ ഇവിടെ പ്രസാദ് സാറാണ് ഇരിപ്പുറക്കുന്നില്ല. അങ്ങനെ സാറും കൂടിട്ടോ. നവദമ്പതികളായ രഞ്ജുവിനും ദേവിക്കും നമ്മുടെ ബസ് നല്ല ടാസ്ക് ആട്ടോ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡ്യുവറ്റ് ഡാൻസ് ഒക്കെ അവർ അറമാദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തൊട്ട് ബാക്കിൽ വരുന്ന ബസ്സിൽ സാറും മണ്ഡല ടീച്ചറാണ് നേതൃത്വം കൊടുക്കേണ്ട. അങ്ങനെ പ്രിൻസിപ്പൽ സാറിൻ്റെ നേതൃത്വത്തിലൊക്കെ ഡാൻസ് സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ട്. അത് റീൽസിന് വേണ്ടിയാണ് മാത്രം അറിയാം. അതേസമയം ബാക്ക് സീറ്റിൽ ഭയങ്കര ടാസ്ക് ആട്ടോ ബാക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയ ടീച്ചറുടെ നേതൃത്വത്തിൽ അങ്ങനെ കളിയും ചിരിയായിട്ട് അവരും അറമാദിക്കുന്നുണ്ട് കേട്ടോ. 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കേണ്ട ശോഭ സിറ്റി. അങ്ങനെ എത്തിയ പാടെ ടീച്ചേഴ്സ് എല്ലാം കൂടി ചെന്ന് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. അതുപോലെ ഞാനും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തപ്പോൾ സാർ എനിക്ക് ഓൾ ദ ബെസ്റ്റ് തന്നപ്പോൾ നല്ല വീഡിയോസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോർട്സും വീഡിയോസും സാറും പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ. അപ്പോൾ എല്ലാം താങ്ക് യു. ഇവരെൻ്റെ കട്ട സപ്പോർട്ടാണ് സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. അപ്പോൾ കറങ്ങാനും അതുപോലെ മൂവി ഉണ്ട്, പർച്ചേസിനൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം സ്കൂൾ റീ ഓപ്പണിംഗ് മുന്നായിട്ട് കുറേയേറെ പർച്ചേസിംഗ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ട്രിപ്പ് ഭയങ്കര ഉപയോഗപ്രദമായി മാറി. ഫ്രണ്ട്സിൻ്റെ നേതാവായ നമ്മുടെ രഞ്ജിത്ത് സാർ നമ്മളെല്ലാം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ടോയ്സ് അവിടെ ഒരു ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. അങ്ങനെ സമയം കിട്ടുമ്പോൾ വിജിത്ത് പാരൻസിനെ വിളിച്ച് സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ലഞ്ചിന് സമയം കേട്ടോ. അപ്പോൾ ലഞ്ചിന് സമയത്ത് എല്ലാ ടീച്ചേഴ്സും നമ്മൾ ലഞ്ചിൻ്റെ കോർണറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഡിഷ് എന്താണെന്ന് നോക്കട്ടെ. അങ്ങനെ ലഞ്ച് കൊടുക്കുന്നിടത്ത് വൻ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആൻഡ് ഗോബി മഞ്ചൂരി ഒരു 2 ടൈപ്സ് ഉണ്ടായിരുന്നു. അതിന് സോസ്, അങ്ങനെ വെജ് ബിരിയാണി, അങ്ങനെ എന്ത് വേണ്ട എല്ലാം ആർക്കെന്ത് വെജ് എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ട്. ടീച്ചേഴ്സ് എല്ലാം ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. റിലേറ്റീവ്സിൻ്റെ ആയിട്ടും അങ്ങനെ അധികം ഗംഭീരമായ ലഞ്ചിന് എല്ലാവരും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഹൈ ഐഷു എല്ലാവരും തന്നെ കഴിക്കുന്നുണ്ട്. ഇന്ദു പ്രിയ ടീച്ചറുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. ഹൈ ലെഗ് പീസ് അടേ കാണുമ്പോൾ തോന്നുന്നു അയ്യോ ഞാൻ തൊട്ടപ്പുറത്തുണ്ട്, വെള്ളം വയ്ക്കോ. അങ്ങനെല്ലാം ഫുഡ് മേടിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ്. അപ്പോൾ ജെൻസ് എല്ലാം ഫുഡ് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രേം തിരക്കി പിടിച്ച് ഫുഡെല്ലാം എല്ലാവർക്കും മേടിച്ച് തന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു തുടങ്ങി. അങ്ങനെ നെയ്ച്ചോറുണ്ടായിരുന്നു. പ്രേം നെയ്ച്ചോറ് മേടിച്ചു. പിന്നെ ഞങ്ങളൊക്കെ വെജ് ഫ്രൈഡ് റൈസ് ആട്ടോ മേടിച്ചത്. അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യെല്ലാം കഴിച്ചു ആയിക്കൂടത്ത്. അങ്ങനെ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എല്ലാം കുറച്ച് ഐസ്ക്രീം എല്ലാം മേടിച്ച് കഴിക്കണ്ടേ. അങ്ങനെ കുറച്ച് പേർക്ക് വേർന്ന് കുറേ ഫ്രണ്ട്സിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും താഴോട്ട് പോകട്ടെ കഴിച്ചിട്ട് വീണ്ടും പർച്ചേസിന് വേണ്ടി താഴോട്ട് എല്ലാവരും പോവുകയാണ്. LP ടീച്ചേഴ്സിന് ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അതായത് പർച്ചേസിന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രസാദ് സാറ് ഒരു ചാക്കൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്യേണ്ടി പോകണം. ടീച്ചേഴ്സ് എല്ലാം തന്നെ ഡ്രസ്സെല്ലാം തൊട്ടും തലോടിയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ. അടുത്ത പരിപാടി മൂവി ആട്ടോ. അങ്ങനെ 3 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മൂവി കാണാൻ കയറി. അതാണ് മൂൺ വാക്ക് എന്ന പടത്തിന് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരിസാർ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി കയറ്റുന്നുണ്ട് അകത്തോട്ട്. അപ്പോൾ ഈ പടം ഇന്നാളെ റിലീസ് ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ അതെ വിശ്വാസത്തിൽ കയറി പോകണം എല്ലാവരും തന്നെ. അപ്പോൾ ബൈ. അപ്പോൾ എൻജോയ് ദ മൂവി. അതെ, അങ്ങനെ അകത്ത് കയറിയ പാടെ എല്ലാവരും തന്നെ അവർക്ക് വേണ്ട ഇരിപ്പിടം എല്ലാം ഒരു സ്ഥാനം പിടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് മൂവിക്കുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അറ്റം വരുമ്പോട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. 1-2 ഫാമിലിയും കൂടി ബാക്കിയുണ്ട്. 2.5 മണിക്കൂർ പടമെല്ലാം കണ്ടു ഞങ്ങൾ അഭിപ്രായം കാണാനുള്ള പടമാണ്, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. 90s 80s ഒക്കെ ഒരു മൂഡാണ്. പോട്ടെ, എനിവേ കണ്ടത് കാണുക. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ചായ കുടിക്കാൻ കയറി. വീണ്ടും അങ്ങനെ ചായ, അങ്ങനെ പഴംപൊരി, ഉഴുന്നുവട, അങ്ങനെ വേണ്ടവർക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്ത് കഴിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് താഴോട്ടിറങ്ങി കേട്ടോ. താഴോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക പ്ലേസ്, ഒരു ലൈക്ക് ഉണ്ടായിരുന്നു. തടാകത്തിലൂടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. ഏതാണ്ട് ഒരു വിദേശ ഒരു നേച്ചറുള്ളൊരു കിട്ടുന്നൊരു ഫീലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ചെറിയൊരു മഴയുണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ധൃതി പിടിച്ച് ഓടി കിടക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങളും മുട്ടില്ല, ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയാണ് ഞങ്ങൾ. ഇത്തരമൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വിജയൻ സാർക്കും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും ഒരാൾ നന്ദി പറയട്ടെ. കാരണം നമുക്ക് ലഞ്ചും അതുപോലെ തന്നെ മൂവിയും അതുപോലെ തന്നെ കോഫിയും എല്ലാം വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഫുൾ എൻജോയ് ചെയ്ത ശേഷം കുറച്ച് പർച്ചേസിംഗ് എല്ലാം ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് എല്ലാം തിരിച്ച് പോവുകയാണ്. വണ്ടിയിൽ വീണ്ടും എൻജോയ്മെൻറ്റ്. അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ ആയിട്ട്. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.